തന്നെ ഫോണിൽ തുണ്ടാണോ? തുണ്ടൊന്നല്ല മച്ചാനെ, ഗെയിമാണ്. ഏതവനടാ ചെവിക്ക് സമാധാനം തരാത്തെ? അത് അവളുടെ വീട്ടിനടുത്ത്. ചേട്ടാ ഒരു മിനിറ്റ്. അവൻ പിന്നെ ലീവ് കഴിഞ്ഞ് പോയട്ടോ. ഇനി അവൾ അവിടെ തനിച്ച. സ്വന്തം ഭർത്താവ് ലീവ് കഴിഞ്ഞ് പോകുമ്പോൾ അവളുടെ മുഖത്തെ സന്തോഷം നിങ്ങൾ ശ്രദ്ധിച്ചോ? പണത്തിന് പണം, പിന്നെ എന്തിനും ഏതിനും. അതെ അതെ. അവനൊക്കെ എന്ത് ധൈര്യത്തിലാണ് ഇവളെ കല്യാണം കഴിച്ചത്? അവളെ പറ്റി അവൻ എന്തറിയായിരിക്കും? ഈ അറേഞ്ച്ഡ് മാരേജിൻ്റെ കുഴപ്പം ഇതാണ്. അത് നീ പറഞ്ഞ ശരിയല്ലയാ. അവൾ കല്യാണത്തിന് മുന്നേ എത്ര പേര് പ്രണയിച്ചിട്ടുണ്ടാവും. അവനൊരു പൊട്ടനാ. ഇതൊക്കെ എവിടുന്ന് വന്നു? ഒരു വർഷത്തിൽ ആകെ 1 മാസമാണ് അവൻ അവളുടെ കൂടെ നിൽക്കുന്നത്. അവനൊക്കെ എന്താടാ? നിങ്ങൾ എന്നെ ഒന്ന് നോക്കിയേ. 5 വർഷമായിട്ടുള്ള പ്രണയം. ഞാൻ അവളെ അറിഞ്ഞു, അവൾ എന്നെ അറിഞ്ഞു. അറിഞ്ഞെന്നോ? എപ്പോ? നിന്റെ ഉടായ്പല്ലാതെ അവക്കറിയാ? ശരി മേരി രാജേശ്വരി. അതൊക്കെ പണ്ട്. ഇപ്പം ഞാൻ ഡീസൻ്റാ. ഞാൻ എൻ്റെ നിമ്മയെ വിട്ട് രാത്രി പോലും നിൽക്കാറില്ല. കാര്യം എന്താ? എന്താ? എനിക്ക് പെണ്ണുങ്ങളെ മനസ്സറിയാം. അത് തന്നെ. അതുകൊണ്ടായിരിക്കും അളിയൻ പണിക്ക് പോലും പോകാണ്ട് വീട്ടിൽ കുത്തിയിരിക്കണേ. ഹലോ, ഞാനാ റോഷന. ഞാനിവിടെ എത്തി. ഇവിടെ ഒരു ക്ലബില്ലേ? അതിന് മുമ്പിലുണ്ട്. ഓക്കെ. ഏതാടാ ഈ പുതിയ അവതാരം? ഇത് ചിലപ്പോൾ അവളെ ബന്ധുവായിരിക്കും. ചിലപ്പോ ആയിരിക്കും. 2 കൊല്ലമായി അവൾ ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്. നമ്മളറിയാത്ത ഒരു ബന്ധു ഏതാ? കൂടുതലൊന്നും സംശയിക്കണ്ട, ഇത് അവളുടെ ചാരം തന്നെ. 4 ഇത്രയും ചെറുപ്പക്കാരും ഇവിടെ ഉണ്ടായിട്ട് അവളെന്തിനാളിയാ പുറത്തുനിന്ന് ഒരുത്തനെ? നീ പെണ്ണുങ്ങളെ മാത്രം കുറ്റം പറയല്ലേ. പറയുന്ന കേട്ടാ തോന്നും ആണുങ്ങളൊക്കെ ഡീസൻ്റാണ്. ആരേ ഫോൺ അടിക്കുന്നു? എനിക്കറിയായിരുന്നു. ചേട്ടാ എവിടെയാ? എന്തിനാ നമ്മളെ വിളിച്ചേ? കാണാനിട്ട് വിളിച്ചതാ. വരുമ്പേട്ടാ വിളിക്കണേ. കടയിൽ നിന്ന് കുറച്ച് സാധനം വാങ്ങാനുണ്ട്. ശരി മോളു. എന്ത് ഒരു 2 മിനിറ്റ് കണ്ടില്ല, അപ്പം ഇവിടെ വരും. ഇങ്ങനെയുണ്ട് ഒരു സ്നേഹം. അതിനും വേണം ഒരു ഭാഗ്യം. ഇനി അവൾ അഴിഞ്ഞാടാൻ പാടില്ല. അത് ശരിയാ. പൂട്ടണം രണ്ടിനെയും, എന്നിട്ട് നാറ്റിക്കണം. എന്നാലേ അവളെ പഠിക്കൂ. പക്ഷേ എങ്ങനെ പൂട്ടും? ഇനി അവൻ അവളുടെ വീട്ടിൽ കയറിയ നമ്മൾ പോയി വീട് വളയണം. വാതിൽ ചവിട്ടി തുറന്ന് 2 കൈയോടെ പൊക്കം. ഓക്കെ ബൈ. ഓക്കേടാ മോളെ. ഏട്ടൻ ഇച്ചിരി വരാൻ വൈകും. കൂട്ടുകാരൻ്റെ കല്യാണം. എന്നാ ഞാനും വരും ചേട്ടാ. മോള് വന്നാൽ ശരിയാവില്ല. എന്നാ പിന്നെ കുറച്ച് നേരത്തെ പറഞ്ഞൂടെ? ഞാൻ കാത്തിരുന്ന് മുഷിഞ്ഞു.
എന്താ ഇന്നലെ വരാഞ്ഞേ? ഇതാ പോണ് എൻ്റെ അമ്മേ. ഈശ്വര. ഇന്ന് എന്തായാലും അവൻ വരും. അവളിപ്പോൾ ഫോൺ ചെയ്യണ അവനെ തന്നെയാ. സാധനം വാങ്ങാനും പറഞ്ഞിട്ടുണ്ട്. അവളോട് സന്തോഷം കണ്ടില്ലേ? ഇന്നവൻ നമ്മുടെ കണിയിൽ വീഴും. ഇതാണ് സ്വർണം. നീ അങ്ങോട്ട് പോ. അങ്ങോട്ട് കുഞ്ഞമ്മ. നീ എന്താ ഇന്നലെ വരാഞ്ഞത്? ഞാൻ കൊറേ കാത്തു നിന്നു. ആ എന്തായാലും ഇന്നും ഒന്നില്ലേ. ആ പിന്നെ ചേച്ചി ഇന്നലെ പറഞ്ഞ ആ സാധനം അത് മേടിക്കാൻ ഇറങ്ങിയതാ. ഇന്ന് ഇതിനൊരു തീരുമാനമാക്കിയിരിക്കണം. ആ, എല്ലാരും ഉണ്ടല്ലോ. ഇതാരാന്നായിരിക്കും? ഞാൻ പുതിയൊരു കാറ് വന്നു. അതിന്റെ സെയിൽസ് എക്സിക്യൂട്ടീവാ. ഹലോ, ഞാൻ റോഷൻ. ഹേയ്. നിങ്ങൾക്ക് കാർ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി കേട്ടാ. എന്നാ ഓരോ ലഡു ഇരിക്കട്ടെ. കുറച്ച് ദിവസം കൊണ്ട് ജോലിക്കൊന്നും പോവാതെ എന്റെ വീട് നോക്കി ഇരിക്കുകയല്ലേ. നല്ലതാ, മധുരം കഴിക്കുക. ഒന്നും വേണ്ടായിരുന്നു. ഇപ്പൊ എന്തായി? ഇതെങ്ങാൻ എന്റെ നിമ്മി അറിഞ്ഞ എന്നെ കളിയാക്കി കൊല്ലും. ആ മോളെ, ഞാൻ വരുവാ. എന്താ ചേട്ടാ ഇന്ന് നേരത്തെ? ഒരു 10 മിനിറ്റ് കേട്ടോ. അതൊക്കെ ഉണ്ട്, ഞാൻ വന്നിട്ട് പറയാം. ആ പിന്നെ ഞാൻ ചോറ് കഴിച്ചില്ല, എടുത്തു വെക്കണേ. ഓക്കെ ശരി ചേട്ടാ. ആ ചേട്ടനിപ്പോ വരും, നീ വേഗം ഇറങ്ങാൻ നോക്ക്. മറ്റുള്ളവരുടെ മുഖത്തിന്റെ കുറ്റവും കുറവും നോക്കി നടക്കുമ്പോൾ ഇടയ്ക്ക് സ്വയം ഒന്ന് കണ്ണാടി നോക്കുന്നത് നല്ലതാണ്.